ഓക്കെ, ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയുടെ സെയിലിലൊക്കെ ആരെങ്കിലും ഫോണൊക്കെ വാങ്ങാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് പറ്റിയിട്ടുള്ള ഒരു സമയമാണ് ഈ വരുന്ന 11-ാം തീയതി മുതൽ ഫ്ലിപ്കാർട്ടിൽ ദീപാവലി സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ഫോണുകൾക്ക് നല്ല കിടിലൻ ഓഫേഴ്സ് ആണുള്ളത്. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിലുള്ളത്. ഈ ഒരു വീഡിയോയിൽ എല്ലാ ഫോണുകളുടെ ഡീറ്റെയിൽസ് പറയില്ല. അതിന് പകരം മികച്ച കുറച്ച് ഫോണുകൾ, അതായത് ബഡ്ജറ്റ് റേഞ്ചിലും മിഡ് റേഞ്ചിലും ഫ്ലാഗ്ഷിപ്പിലുള്ള മികച്ച കുറച്ച് ഫോണുകളുടെ ഓഫർ ഡീറ്റെയിൽസ് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. സോ ഈ വീഡിയോ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് പുറത്തായിരിക്കും. സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 10,000 രൂപയുടെ താഴെ നിങ്ങൾക്ക് മേടിക്കാത്ത കുറച്ച് കിടിലം ഫോണുകൾ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഫസ്റ്റ് കണ്ടാണ് ഓപ്പോയുടെ K30X. നല്ല ഡ്യൂറബിലിറ്റിയും പരിപാടിയൊക്കെ ഉള്ള നല്ലൊരു ഫോൺ തന്നെയാണ്. ഈ ഒരു ഫോൺ ഈ ഓഫറിൽ 9499 എന്ന പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി രണ്ടാമത്തെ ഫോണ് പോക്കോയുടെ C75 5G ആണ്. നല്ല കിടിലം ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉള്ള നല്ലൊരു ഫോൺ തന്നെയാണ്. 7299 ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത്. അടുത്താണ് റിയൽമിയുടെ C61 5799 എന്ന പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നല്ല കിടിലം ഡ്യൂറബിലിറ്റിക്ക് പ്രാധാന്യം കൊടുത്ത് ഇറക്കിയിട്ടുള്ള നല്ലൊരു ഫോൺ തന്നെയാണ് ഇത്. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് അണ്ടർ 50,000 പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളാണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് വിവോയുടെ T4X. ഓൾറൗണ്ടർ ഫോൺ ആയിട്ട് നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. 999 ആണ് ഇതിന്റെ ഓഫർ പ്രൈസ് വരുന്നത്. അടുത്താണ് പോക്കോയുടെ M7 Plus. നല്ല കിടിലം ബാറ്ററി ബാക്കപ്പ് കിട്ടുന്ന ഒരു അടിപൊളി ഫോൺ തന്നെയാണ് ഇത്. സ്നാപ്ഡ്രാഗന്റെ 6 Gen 3 ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ്. 7000 mAh ബാറ്ററി ഒക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഫോൺ തന്നെയാണ്. ഇതിനൊക്കെ ഏതാണ്ട് 10,999 എന്ന പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതാണ്. ഇനി അടുത്താണ് റെഡ്മിയുടെ Note 14 SE എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ. സോണിയുടെ ക്യാമറ ഒക്കെ വെച്ചിട്ട് വരുന്ന നല്ലൊരു ഫോൺ തന്നെയാണ് ഇതും. ഇത് നിങ്ങൾക്ക് ഒരു 11,999 എന്ന പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഓഫർ ടൈമിൽ കിട്ടുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ച് സാംസങ്ങിന്റെ ഫോൺ വേണമെന്നുള്ളവർക്ക് സാംസങ്ങിന്റെ F36 എടുക്കാം കേട്ടോ. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസ് ഒക്കെയാണ് ഇതിന്റെ സ്ക്രീനിന്റെ പ്രൊട്ടക്ഷൻ ഒക്കെ വരുന്നത്. നല്ലൊരു ഫോൺ തന്നെയാണ്. ഈ ഒരു ഓഫർ ടൈമിൽ ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 13,999 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചിലായിരിക്കും. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന മോട്ടോറോള ഒരു കിടിലം ഫോണാണ് മോട്ടോറോള G96. 7S Gen 2 ചിപ്സെറ്റ് വരുന്നുണ്ട്. സോണിയുടെ ക്യാമറ വരുന്നുണ്ട്. IP68 റേറ്റിംഗ് വരുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഫോൺ ഈ ഓഫർ ടൈമിൽ നിങ്ങൾക്ക് 14,999 എന്ന പ്രൈസ് റേഞ്ചിൽ മേടിക്കാൻ പറ്റുന്നതാണ്. ഇനി അടുത്താണ് റിയൽമിയുടെ P4 എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ. മീഡിയാടെക് ഡയമൻസിറ്റി 7400 ആണ് യൂസ് ചെയ്ത ചിപ്സെറ്റ്. നല്ല ബാറ്ററി ബാക്കപ്പും BGM ഒക്കെ അടിപൊളിയായിട്ട് കളിക്കാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ് ഇത്. ഏതാണ് നിങ്ങൾക്ക് 14,999 എന്ന പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതാണ്. ഇനി ഈ ഒരു പ്രൈസ് നിങ്ങൾക്ക് ഒരു മികച്ച ഓൾറൗണ്ട് ഫോൺ പറഞ്ഞുതരാം. CM Phone 2 Pro എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു കിഡ്ലൻ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോ ഈ ഒരു ദീപാവലിയുടെ സെയിൽ ടൈമിൽ നിങ്ങൾക്ക് 14,999 എന്ന പ്രൈസ് റേഞ്ചിൽ ഇത് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്തായിട്ട് അണ്ടർ 20,000 താഴെയുള്ള കുറച്ച് ഫോണുകൾ നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് വിവോയുടെ T4. സ്നാപ്ഡ്രാഗന്റെ 7S Gen 3 ചിപ്സെറ്റ് വരുന്നുണ്ട്. നല്ല കിടിലം ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുന്ന ഈ ഒരു ഫോൺ നിങ്ങൾക്ക് 18,999 എന്ന പ്രൈസ് റേഞ്ചിൽ മേടിക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്താണ് മോട്ടോറോളയുടെ G86 എന്ന് പറഞ്ഞിട്ടുള്ളത്. നല്ല കിടിലം ബാറ്ററി ബാക്കപ്പ് ഉള്ള നല്ലൊരു മോട്ടോറോള ഫോൺ തന്നെയാണ് ഇത്. 15,999 ആയിരിക്കും ഇതിന്റെ പ്രൈസിങ് വരാൻ പോകുന്നത്. ഇനി അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ഫോണുകൾ കുറച്ച് 20,000 മുകളിലാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നത്തിങ് ഫോൺ 3A എന്ന് പറഞ്ഞിട്ടുള്ളത്. നല്ല ക്യാമറ സെറ്റപ്പും കിടിലൻ സോഫ്റ്റ്വെയർ ഒക്കെ ഉള്ള നല്ലൊരു ഫോൺ തന്നെയാണ് ഇത്. നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ടൈമിൽ കിട്ടാൻ പോകുന്നത് 20,999 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചിലായിരിക്കും. അടുത്തത് നത്തിങ്ങിന്റെ തന്നെ ഒരു ഫോണാണ് നത്തിങ് ഫോൺ 3A Pro എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നല്ല മികച്ച ക്യാമറ ക്വാളിറ്റി വരുന്ന ഒരു കിടിലൻ ഫോൺ തന്നെയാണ് നത്തിങ് ഫോൺ 3A Pro എന്ന് പറഞ്ഞിട്ടുള്ളത്. നല്ല സോഫ്റ്റ്വെയർ ആണ്. അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും എല്ലാം തന്നെ അതിൽ കിട്ടുന്നുണ്ട്. ഇത് ഈ ഒരു ഓഫർ ടൈമിൽ നിങ്ങൾക്ക് 24,999 എന്ന പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നതാണ്. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ച് സാംസങ്ങിന്റെ ഫോൺ നോക്കുകയാണെങ്കിൽ മറ്റൊന്നും നോക്കണ്ട, സാംസങ്ങിന്റെ S24 FE നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നല്ല കിടിലൻ ക്യാമറയും നല്ല സോഫ്റ്റ്വെയർ സപ്പോർട്ടൊക്കെ ഉള്ള നല്ലൊരു ഫോൺ തന്നെയാണ്. സോ ഇത് നിങ്ങൾക്ക് ഈ ഒരു ഓഫർ ടൈമിൽ കിട്ടുന്നത് 29,999 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചിലായിരിക്കും. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു കംപ്ലീറ്റ് ഓൾറൗണ്ട് ഫോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ വേറെ ഒന്നും നോക്കണ്ട, മോട്ടോറോള Edge 60 Pro എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അവിടെ സർവീസിന്റെ കാര്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. സോ അത് ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു മികച്ച ഫോൺ തന്നെയാണ്. മികച്ച ക്യാമറ ഉണ്ട്, അത്യാവശ്യം നല്ല ബാറ്ററി ബാക്കപ്പ് ഉണ്ട്, പിന്നെ IP68 16 ആണ്, എല്ലാ സംഭവം അതിലുണ്ട്. സോ ഈ ഒരു ഫോണിന്റെ ഓഫർ പ്രൈസ് എന്ന് പറയുന്നത് 24,999 ആയിരിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് 30,000 മുകളിലുള്ള കുറച്ച് ഫോണുകളാണ്. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് സാംസങ്ങിന്റെ S24 തന്നെയാണ്. നല്ലൊരു കീഴിലം ഫോണാണ്. പിന്നെ ഈ ഒരു ഫോണിലും വരുന്നത് സ്നാപ്ഡ്രാഗന്റെ 8 Gen 3 ആണ് ചിപ്സെറ്റ്. സോ ഇതിന്റെ ഈ ഓഫർ ടൈമിലെ പ്രൈസിംഗ് വരുന്നത് 38,999 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചിലായിരിക്കും. ഇനി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന കുറച്ച് പിക്സലിന്റെ ഫോണുകൾ കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് വണ്ണാണ് Pixel 8A എന്ന് പറഞ്ഞിട്ടുള്ളത്. 32,999 എന്ന പ്രൈസ് റേഞ്ച് ആയിരിക്കും ഈ ഒരു ഫോൺ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിക്സൽ ഫോണിന്റെ ഒക്കെ ക്യാമറയുടെ പ്രത്യേകത നമ്മൾ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഒട്ടുമിക്കവർക്കും അറിയുന്ന പോലെ തന്നെയാണ് നല്ല കിടിലൻ ക്യാമറ സെറ്റപ്പ് ഉള്ള ഒരു ഫോൺ തന്നെയാണ്. അടുത്താണ് പിക്സലിന്റെ 9A എന്ന് പറഞ്ഞിട്ടുള്ള ഫോൺ. ഇത് നിങ്ങൾക്ക് ഒരു 39,999 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചിലായിരിക്കും കിട്ടാൻ പോകുന്നത്. പിന്നെ പിക്സലിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫോൺ ആയിട്ടുള്ള Pixel 10നും ഓഫർ ഉണ്ട്. അതായത് 67,999 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചിലുമായിരിക്കും. ഈ ഒരു പ്രൈസ് റേഞ്ച് കിട്ടുന്ന മറ്റൊരു നത്തിങ്ങിന്റെ ഫോണാണ് നത്തിങ് ഫോൺ 3 എന്ന് പറഞ്ഞിട്ടുള്ളത്. വളരെ കോൺട്രവേഴ്ഷ്യൽ പ്രൈസിൽ ഇറക്കിയിട്ടുള്ള ഒരു ഫോണാണ്.
പക്ഷേ ഈ ഒരു ഓഫർ ടൈമിൽ നിങ്ങൾക്ക് ഒരു 34,999 എന്ന് പറഞ്ഞ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോൺ മേടിക്കാൻ പറ്റും. ബാങ്ക് എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഓഫറാണ് കേട്ടോ പറയുന്നത്. ഇനി അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഒട്ടുമിക്ക പേര് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് അറിയാം, ഐഫോണുകളുടെ ഓഫർ. ഐഫോണിന്റെ ഓഫറൊക്കെ ബിഗ് ബില്യൺ ഡേയിൽ അത്യാവശ്യം നല്ലതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ദീപാവലിക്കും ഒട്ടും മോശമല്ലാത്ത രീതിക്ക് ഓഫറുകൾ വരുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐഫോൺ 16 നിങ്ങൾക്ക് ഒരു 51,999 എന്ന പ്രൈസ് റേഞ്ചിൽ മേടിക്കാൻ പറ്റുന്നതാണ്. ഐഫോൺ 16 പ്രോ ആണെങ്കിൽ 84,999 എന്ന പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഇനി ഐഫോണിന്റെ 16 പ്രോ മാക്സ് നോക്കുകയാണെങ്കിൽ 1,02,999 എന്ന് പറഞ്ഞിട്ടുള്ള പ്രൈസ് റേഞ്ചിലും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ദീപാവലിയുടെ സമയത്ത് വരുന്ന മികച്ച ഓഫറുകളുള്ള ഫോണുകൾ. സോ അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാണ്. പിന്നെ ആമസോണിൽ നോക്കുകയാണെങ്കിൽ അതിൽ ആമസോണിന്റെ ബിഗ് ബില്യൺ ഡേയ്സിൽ നിന്ന് വലിയൊരു മാറ്റം വന്നിട്ടില്ല. ഐഫോൺ 16 ഒക്കെ ഇപ്പോഴും ഒരു 46,000 പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതും നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഈ വീഡിയോയിലെത്തുള്ളൂ. ഇനി ബിഗ് ബില്യൺ ഡേയ്സിലൊക്കെ ഫോൺ മിസ്സായി എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്ന് ഏതെങ്കിലും ഒരു ഫോൺ സെലക്ട് ചെയ്തിട്ട് ധൈര്യമായിട്ട് മേടിച്ചോളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഈസ് മീ വിക്കി സൈനിങ് ഓഫ്. ബൈ.